ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സഹസ്രധാരയെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയുള്ള റോപ്പ് കാറിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് സഹസ്രധാര എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് കേട്ടോ സഹസ്രധാര. ഇതിനോടനുബന്ധിച്ച് ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. അവിടേക്ക് പോകുമ്പോൾ ഒരുപാട് കരകൗശല സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ഇതൊരു ശിവ ടെമ്പിളാണേ. ഇതിനോട് അടുത്തായിട്ട് നമ്മുടെ ദ്രോണ ഗുഹയും സ്ഥിതി ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ദ്രോണാചാര്യർ ഈ ഒരു ഗുഹയിൽ വന്ന് തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു ഗുഹ ദ്രോണാഗുഹ എന്ന് അറിയപ്പെടാനും തുടങ്ങി. മനസ്സിന് ഏറെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മളെ ഇവിടേക്ക് വരവേൽക്കുക. ഇതാണ് സഹസ്രധാര എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്ട്രീംസ് കണ്ടില്ലേ, ഇതിനെയാണ് സഹസ്രധാര എന്ന് പറയണത്. അതുപോലുള്ള സ്ട്രീംസ് ഇടവിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഹിമാലയത്തിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒരു കുളി പാസ്സാക്കാതെ പോവാറില്ല കേട്ടോ. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ദ്രോണ ഗുഹ. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു. ഇപ്പം വിൻ്ററിൽ പോയാൽ ഇതാണ് പ്രശ്നം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഈ സ്ട്രീംസ് കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു കുളിർമയേകുന്ന കാഴ്ച കേട്ടോ. നല്ല ഗ്രീൻ കളർ വെള്ളത്തിൻ്റെ അടുത്തുകൂടി നല്ല വൈറ്റ് കളർ വെള്ളം ഇങ്ങനെ കുമിളുകളായിട്ട് ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ മൊത്തം പാറക്കല്ലുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ ദ്രോണ ഗുഹയിലേക്ക് പോകാനുള്ള വഴി. ഈ ഗുഹ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ നിലയ്ക്കാതെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. എല്ലാ ക്ലൈമറ്റിലും ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ധാരധാരയായിട്ട് ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. അതിൻ്റെ സൗണ്ട് ഒരു പ്രത്യേക ഒരു ട്യൂണിലായിരുന്നു കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഈ ഗുഹയുടെ ഉള്ളിൽ ആൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും വെള്ളം വീണുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ ദ്രോണയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗുഹയുടെ സൈഡിലായിട്ട്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉത്തരാഖണ്ഡിൽ തനതായിട്ടുള്ള കരകൗശല കാര്യങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, ഹാൻഡ്ലൂം സാരീസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ ഒരു വാട്ടർ തീം പാർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കറൻ്റ് ഇപ്പം അത് വിൻ്റർ ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഗെയിംസ് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വാട്ടർ തീം പാർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.